വർഷം 4860 കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷം ട്രീറ്റ്മെന്റ് വന്നത്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഓൾമോസ്റ്റ് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളിൽ ഒരു 50,000 കുട്ടികളെ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു തലമുറയുടെ നീഡ് ഓഫ് ദി അവർ എന്ന് എനിക്ക് തോന്നി, എന്റെ മനസ്സിൽ ഒരുപാട് തോന്നിയ ഒരു സബ്ജക്ട് സിനിമ ആയിട്ടുള്ള ഒരു സന്തോഷമാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ഈ അൺപ്രിവിലേജ്ഡ് അല്ലെങ്കിൽ പീഡനം, ക്രൂരത, ഇങ്ങനെയുള്ള വാക്കുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ആരാന്നറിയോ? കുഞ്ഞുങ്ങൾ. കാരണം 6 മാസം മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളെ കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം 283 കുഞ്ഞുങ്ങളാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. 283 സ്റ്റുഡൻസ് 26 രാജ്യങ്ങളിൽ നിന്ന്, ഫോറിനേഴ്സ് ഉൾപ്പെടെ, അറബ്സ്, കനേഡിയൻസ് ഇവിടെ വന്ന് കോട്ടയത്ത് 184 വീടുകളാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ താമസിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ എല്ലാ ദിവസവും ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഈ സമൂഹത്തിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. കാരണം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഒരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ തലമുറയും ഈ തലമുറയും തമ്മിൽ. ഞാൻ ജനിച്ചു വീണത് ഒരു ജോയിന്റ് ഫാമിലിയിലാണ്. അവിടെ എന്റെ ഒരു ദിവസം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഒരു മിനിറ്റ് പോലും അറ്റൻഡ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ എന്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ആ കടമ നിർവഹിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ എന്റെ ഗ്രാൻഡ് പേരൻസും അവരുടെ സഹോദരങ്ങളും അച്ഛന്റെ സഹോദരങ്ങളും അമ്മയുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വളർത്തേണ്ടത് 4.5 വയസ്സ് വരെയാണ്. കാരണം ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിനൊപ്പം വന്ന് ന്യൂറോ മെച്ചുറേഷൻ ഏജ് എന്ന് പറയുന്നത് 4.5 വയസ്സാണ്. ഒരു കുഞ്ഞ് എന്തുകൊണ്ടാണ് 4 വയസ്സ് വരെ നമ്മൾ ഇറക്കി വിടുമ്പോൾ അവിടെ പോയി പിടിച്ചു നോക്കുന്നു, നക്കി നോക്കുന്നു, വെള്ളത്തിൽ തീയിൽ അവിടെ പോലും കുട്ടി പിടിക്കാൻ നോക്കും? ഇതെന്തുകൊണ്ട് ഈ കുഞ്ഞ് ചെയ്യുന്നു? ഇതാണ് ഈ കുഞ്ഞിന്റെ വളർച്ച. അതായത് അത് വെള്ളത്തിൽ തൊടുമ്പോൾ ഒരു സെൻസേഷൻ രജിസ്റ്റർ ഉണ്ട്, ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവാണ്. ഇതാണ് ഇതിന്റെ ഫീൽ, ഇതിന്റെ ടേസ്റ്റ് ഇതാണ് അതായത് എക്സ്പീരിയൻസ് എന്ന് പറയും. 4 വയസ്സ് വരെ ഒരു കുഞ്ഞ് ഭാഷ പഠിക്കുന്നത് അച്ഛന്റെ അമ്മയുടെ ഭാഷയാണ്. പുസ്തകത്തിൽ നോക്കി ഇന്ന് വരെ ഒരു കുഞ്ഞ് 4 വയസ്സ് വരെ ഭാഷ പഠിക്കുന്നില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഭാഷയില്ല. എന്തുകൊണ്ട്? ആരും ഇല്ല സംസാരിക്കാൻ. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ഇന്ന് കണ്ടുവരുന്നത് 4 ചുവരുകൾ മാത്രമാണ്. വെള്ളത്തിൽ ചവിട്ടിയിട്ടില്ല, മണ്ണിൽ ചവിട്ടിയിട്ടില്ല, അച്ഛനും അമ്മയും ജോലിക്ക് പോകും. വീട്ടിലുള്ള സമയം അച്ഛനും അമ്മയുടെ 90% ടൈമും മൊബൈൽ ഫോണിലാണ്. ഒരു കുഞ്ഞ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഞങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് അസസ്മെന്റിന് വന്നു. കുഞ്ഞിനോട് ഞങ്ങൾ ഒരു 3.5 മണിക്കൂറാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ. ആ കുഞ്ഞിന്റെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് അറിയാം? ഒരു ദിവസത്തെ 14 മണിക്കൂർ. അതായത് ആ കുഞ്ഞ് 14 hours a day മൊബൈലിലാണ്. രാവിലെ എണീക്കുമ്പോൾ മുതൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. ഒരു ജോലിക്കാരിയുണ്ട്. ഈ ജോലിക്കാരി രാവിലെ കാർട്ടൂൺ ഇട്ട് കൊടുക്കും. ഈ കുഞ്ഞിന്റെ ബ്രെയിനിൽ പ്രകൃതിയും മണ്ണും മരങ്ങളും മനുഷ്യരും ഭാഷയും കേൾക്കേണ്ട പ്രായത്തിൽ ഇത് കാണുന്നത് കാർട്ടൂണാണ്. കഴിഞ്ഞൊരു തലമുറയിൽ ഗ്രാൻഡ് പേരൻസും ബന്ധുക്കളും ഏറ്റെടുത്ത് ചെയ്തിരുന്ന ഒരു റോൾ ഇന്ന് ചെയ്യാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. ദേ ആർ ഹെൽപ്ലെസ്. ഒരു കുഞ്ഞ് എന്താ വേണ്ടേ അത് ഇറങ്ങിപ്പോയി നാട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങളത് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് വേണ്ട എക്സ്പോഷർ കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും കടമയുള്ളവരാണ്. ഒരു കുഞ്ഞുങ്ങളോട് കുറച്ച് കരുണ കാണിക്കുക, അവരെ മനസ്സിലാക്കുക. കുഞ്ഞെന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ള ഒരാൾ കസേര രാവിലെ പോലെ കൈ കെട്ടിയിരിക്കുന്നതല്ല കുഞ്ഞ് ഇസ് മെന്റ് ടു എക്സ്പ്ലോർ തിങ്സ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ എല്ലാവരും കടമപ്പെട്ടവരാണ്. ഈ ഒരു മൂവി എന്ന് പറയുന്നത് ടീനേജേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ടീനേജ് എന്ന് വെച്ചാൽ എന്താണ്? ടീനേജേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 100% ഇമോഷണൽ സപ്പോർട്ടാണ്. അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, അവരുടെ പ്രായപൂർത്തിയാവുന്ന ഒരു പ്രായത്തിൽ പേരൻസ് എത്രമാത്രം അകലുന്നോ അത്രമാത്രം കുട്ടികൾ മറ്റു സോഴ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടും. എന്തുകൊണ്ടൊരു കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നു? ഫ്രീ ടൈം ഉള്ളതുകൊണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിവികാസവും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ 3-4 ഇരട്ടിയാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളെ ഭാഗവാക്കുകളാക്കണം. നിങ്ങൾ കടയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കടയിൽ പോകരുത്, കൊച്ചിനെ കടയിൽ വിടണം. അവർക്ക് ചെയ്യാനൊന്നുമില്ല. അവർക്ക് എനർജി ഉണ്ട്, ഫിസിക്കൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരമില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ഇത് ഉപയോഗിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതല്ലാതെ ഇവരെ ദൈനംദിനം മൊബൈൽ യൂസ് ചെയ്യുന്നതിന് കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശം നമുക്കില്ല. ഇവരെ എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യും? അപ്പൊ ഈ ഒരു തീമില് ഇങ്ങനൊരു മൂവി എടുത്തു. ഇതൊരു സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ആവശ്യമാണ്. ഇത്രയും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ഈ വർക്ക് ചെയ്ത ഈ ടീമിന് എൻ്റെ എല്ലാവിധ ഞങ്ങളുടെ ജുവൽ ഓട്ടിസം സെന്ററിലെ ഞങ്ങൾ വലിയൊരു ടീമാണ്. 114 പേരാണ് ഞങ്ങളുടെ സ്റ്റാഫ് ടീമിലുള്ളത്. ഞങ്ങളുടെ ഓരോ പ്രൊഫഷണൽസിൻ്റെയും ഞങ്ങളുടെ മാനേജ്മെന്റിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വൻ വിജയമാവട്ടെ. വിജയം എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളിൽ ഇതൊരു മാറ്റം ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഒരുപാട് രക്ഷകർത്താക്കൾക്ക് ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ.
ഇതിൽ വർക്ക് ചെയ്ത നന്ദു സാർ ഇവിടെ ഉണ്ട്, അതുപോലെ ഓരോരുത്തരോടും എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു.